ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാനല്ല പ്രവീണിനെ കൊന്നത്. പ്രീതുവിനെ കൊല്ലാൻ ശ്രമിച്ചത് നിങ്ങളല്ലേ? അല്ലെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞു. എത്ര ചോദിച്ചാലും അവൻ കൺഫസ് ചെയ്യില്ല. വേണമെങ്കിൽ അവനെ കൊണ്ട് സത്യം പറയിക്കാം. പക്ഷേ കോടതിയിൽ വന്നവൻ മാറ്റി പറയും. അവന്റെ ഷട്ടിൽ തെറിച്ചിരിക്കുന്നത് പ്രവീണിന്റെ രക്താണെന്ന് നമുക്കറിയാലോ. ആ റിസൾട്ട് മാത്രം മതി ഏത് കോടതിക്കും അവനെ ശിക്ഷിക്കാൻ. Would you state name and occupation for the records, please? കിഷോർ വർമ്മ IPS, Assistant Superintendent of Police, Special Investigation Unit. Mr. Officer, എന്ത് അടിസ്ഥാനത്തിലാണ് നിങ്ങൾ കൃഷ്ണപ്രസാദിനെതിരെ കേസ് ചാർജ് ചെയ്തത്? വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ. സംഭവം നടന്ന രാത്രിയെക്കുറിച്ച് അയാൾ പറഞ്ഞതെല്ലാം നുണയായിരുന്നു. അയാളുടെ ഷട്ടിൽ തെറിച്ച രക്തം പ്രവീണിന്റേതാണെന്ന് DNA ടെസ്റ്റിൽ തെളിഞ്ഞിട്ടുണ്ട്. പിന്നെ മറ്റാരെങ്കിലുമാണ് ഈ കൊല നടത്തിയതെന്ന് ആർക്കും തെളിയിക്കാൻ കഴിഞ്ഞിട്ടുമില്ല. നിങ്ങളുടെ കണ്ടെത്തലിൽ പ്രതി എന്തിനു വേണ്ടിയിട്ടാണ് ഈ കൊല നടത്തിയത്? രാജകുടുംബത്തിലെ അംഗമാകാൻ കഴിഞ്ഞാൽ കൃഷ്ണപ്രസാദിന് രാജസ്വത്തിന്റെ അവകാശം കിട്ടും. അതിന് തടസ്സമായി നിന്ന പ്രവീണാണ്. അതിന്റെ പേരിൽ പ്രതിക്ക് പ്രവീണിനോട് കടുത്ത ശത്രുതയുണ്ടായിരുന്നു. അതായത് പ്രവീൺ കൊല്ലപ്പെട്ടാൽ രാജപദവിക്ക് പുറമെ ഏതാണ്ട് 10 കോടിയോളം വരുന്ന സ്വത്തുക്കളും കൃഷ്ണപ്രസാദിന് ലഭിക്കും, അല്ലേ? അതെ. നോ മോർ ക്വസ്റ്റ്യൻസ്, യുവർ ഓണർ. യുവർ വിറ്റ്നസ്. താങ്ക് യു, യുവർ ഓണർ. ഓഫീസർ, എന്റെ കക്ഷിയായ കൃഷ്ണപ്രസാദിനെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റം തെളിഞ്ഞാൽ അയാൾക്ക് വധശിക്ഷ കിട്ടുമെന്നുള്ള കാര്യം താങ്കൾക്കറിയാമോ? അറിയാം. കൃഷ്ണപ്രസാദിന് വധശിക്ഷ കിട്ടിയാൽ അയാൾക്ക് അർഹതപ്പെട്ട 10 കോടിയോളം വരുന്ന സ്വത്തുക്കൾ ആർക്കാണ് ലഭിക്കുക? രാമവർമ്മ വലിയ തമ്പുരാനും അദ്ദേഹത്തിന്റെ സ്യാലൻ പ്രതാപവർമ്മയ്ക്കും. ഈ പ്രതാപവർമ്മ താങ്കളുടെ അച്ഛനല്ലേ? അതെ. അപ്പോൾ കൃഷ്ണപ്രസാദിന് വധശിക്ഷ ലഭിച്ചാൽ താങ്കളുടെ അച്ഛന് 5 കോടിയോളം വരുന്ന സ്വത്തുക്കൾ ലഭിക്കും, ശരിയല്ലേ? ശരിയാണ്. ആ സ്വത്തിന് വേണ്ടിയല്ലേ നിരപരാധിയായ കൃഷ്ണപ്രസാദിന്റെ മേൽ നിങ്ങൾ ഈ കുറ്റം ചുമത്തിയത്? ഒബ്ജക്ഷൻ, യുവർ ഓണർ. സസ്റ്റെയിൻഡ്. നോ മോർ ക്വസ്റ്റ്യൻസ്, യുവർ ഓണർ. വിറ്റ്നസ് ഈസ് എക്സ്ക്യൂസ്ഡ്. നിങ്ങളും കിഷോർ വർമ്മ IPSും തമ്മിൽ ശത്രുതയിലാണല്ലേ? അല്ല. പിന്നെന്തിനാണ് നിങ്ങൾ തമ്മിൽ ഈ കേസിന്റെ പേരിൽ ഇങ്ങനെ മത്സരിക്കുന്നത്? എനിക്ക് ആരോടും മത്സരമില്ല. മത്സരമില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ കേസ് റീഓപ്പൺ ചെയ്തത്? ഈ കേസിന്റെ അന്വേഷണത്തിൽ തുടക്കം മുതൽ എനിക്ക് സംശയം തോന്നിയതുകൊണ്ട്. സംശയം തോന്നിയത് അന്വേഷണത്തെ കുറിച്ചോ അതോ അന്വേഷണം നടത്തിയ ഓഫീസറെ കുറിച്ചോ? അന്വേഷണം നടത്തിയ രീതിയെക്കുറിച്ച്. അതുകൊണ്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾ അന്വേഷണം നടത്തി. അതെ. എന്നിട്ട് മറ്റാരെങ്കിലുമാണ് ഈ കൊല നടത്തിയതെന്ന് കണ്ടുപിടിക്കാൻ നിങ്ങൾക്ക് സാധിച്ചോ? ഇല്ല. അതായത് പ്രവീണിനെ കൊല്ലാൻ മാത്രം ശത്രുതയുള്ള മറ്റൊരാളെ കണ്ടെത്താൻ താങ്കൾക്ക് സാധിച്ചില്ല, അല്ലേ? അതെ. നോ മോർ ക്വസ്റ്റ്യൻസ്, യുവർ ഓണർ. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് മിസ്റ്റർ ഓഫീസർ. താങ്കൾ ഇപ്പോൾ പറഞ്ഞതിന്റെ അർത്ഥം കൃഷ്ണപ്രസാദ് തന്നെയാണ് കൊലയാളിയെന്ന് താങ്കൾക്കും ബോധ്യമായി എന്നല്ലേ? അല്ല. പിന്നെ ഈ കൊല നടത്തിയത് കൃഷ്ണപ്രസാദ് ആണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നില്ല. കമോൺ ഓഫീസർ, ഇത്രയധികം തെളിവുകൾ കിഷോർ വർമ്മ കണ്ടെത്തിയിട്ടും നിങ്ങൾ എന്തുകൊണ്ടാണ് അത് അംഗീകരിക്കാത്തത്? ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി കണ്ടെത്തിയിരിക്കുന്നത് കൃഷ്ണപ്രസാദിന്റെ ഷട്ടിൽ തെറിച്ച രക്തമാണ്. ആ രക്തം പ്രവീണിന്റേതാണെന്ന് തെളിഞ്ഞത് DNA ടെസ്റ്റിലൂടെയാണ്. ആ ടെസ്റ്റ് ശരിയായ രീതിയിലാണോ നടത്തിയതെന്ന് എനിക്ക് സംശയമുണ്ട്. എന്ന് വെച്ചാൽ ഈ DNA ടെസ്റ്റിന്റെ റിസൾട്ട് ശരിയല്ല. ഒബ്ജക്ഷൻ, യുവർ ഓണർ. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫോറൻസിക് ലാബിലാണ് ഡിപ്പാർട്ട്മെന്റ് ഈ ടെസ്റ്റ് നടത്തിയത്. അതേ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർ തന്നെയാ ഇപ്പൊ അതിനെക്കുറിച്ച് സംശയം പറയുന്നത്. ഓവർ റൂൾഡ്. മിസ്റ്റർ ഓഫീസർ, സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഫോറൻസിക് ലാബിൽ നടത്തിയ ഈ DNA ടെസ്റ്റിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ സംശയം? സർ, DNA ടെസ്റ്റ് തന്നെ പലതരത്തിലുണ്ട്. ഇത് ഇത്രയും പ്രധാനപ്പെട്ട തെളിവാകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള പോളിമാർക്കർ DNA ടെസ്റ്റ് തന്നെ നടത്തേണ്ടതായിരുന്നു. യുവർ ഓണർ, കൂടുതൽ വിശദമായ DNA ടെസ്റ്റ് നടത്താൻ പ്രോസിക്യൂഷൻ തയ്യാറാണ്. അതിന് ബഹുമാനപ്പെട്ട കോടതി സമയം അനുവദിക്കണം. റിക്വസ്റ്റ് ഈസ് ഗ്രാൻഡഡ്. ഈ മാസം 24-ന് ഈ കേസ് വീണ്ടും കേൾക്കുന്നതാണ്. അന്നേ ദിവസം ടെസ്റ്റിന്റെ റിസൾട്ട് ഹാജരാക്കാൻ ഈ കോടതി ഉത്തരവാകുന്നു. എന്താ ഡോക്ടർ അത്യാവശ്യമായിട്ട് വരാൻ പറഞ്ഞത്? ഒരു പ്രശ്നമുണ്ട്. കോടതി നിർദ്ദേശിച്ച പോലെ ഞാൻ ആ ബ്ലഡിന്റെ വിശദമായ DNA ടെസ്റ്റ് നടത്തി. പക്ഷേ ഇപ്പൊ അത് മാച്ചാവണില്ല. എന്ന് വെച്ചാ കൃഷ്ണപ്രസാദിന്റെ ഷട്ടിൽ പറ്റിയിരിക്കുന്ന രക്തം പ്രവീണിന്റേതല്ല, മറ്റാരുടേതാണ്. അതെങ്ങനെ സംഭവിക്കും? നമുക്കെവിടെയോ തെറ്റുപറ്റി. ഇപ്പൊ കിട്ടിയ DNA ടെസ്റ്റിന്റെ ഫലം കോടതിയിലെത്തിയാൽ ആ നിമിഷം കോടതി അയാളെ വെറുതെ വിടും. ഒരുപക്ഷെ വിവേക് പറഞ്ഞതായിരിക്കുമോ ശരി? മേൽപ്പറഞ്ഞ സാഹചര്യങ്ങളിൽ പ്രതിക്കെതിരെ ആരോപിക്കപ്പെട്ടിട്ടുള്ള കുറ്റം നിലനിൽക്കുന്നതല്ല. ആയതിനാൽ പ്രതിയെ നിരുപാധികം വിട്ടയക്കുവാൻ ഈ കോടതി ഉത്തരവായിരിക്കുന്നു. കേസിന്റെ അന്വേഷണത്തിൽ ഇത്രയും ഗുരുതരമായ വീഴ്ച വരുത്തിയ പോലീസിനെയും പ്രത്യേകിച്ച് ASP കിഷോർ വർമ്മയെയും ഈ കോടതി ഏറ്റവും ശക്തമായ ഭാഷയിൽ ശാസിക്കുന്നു. എങ്ങനെയാ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നന്ദി പറയേണ്ടത് എന്നോടല്ല, വലിയ തമ്പുരാനോടാ. ഒരു മകൻ നഷ്ടപ്പെട്ട വേദനയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം നിനക്ക് വേണ്ടി ഇതൊക്കെ ചെയ്തത്.
അത് മറക്കരുത്. ഞാനിനി ഒരിക്കലും ഇവിടെ വരില്ല. ഇവിടുത്തെ സ്വത്തോ പദവിയോ ഒന്നും വേണ്ട. ഈ അംഗീകാരം മാത്രം മതി എനിക്ക്. നീ എവിടെയും പോണ്ട. ഇനി നീയും ഇവിടുത്തെ ഒരംഗ. ഇവനെ രക്ഷിക്കണമെന്ന് ഞാൻ പറയുമ്പോഴും തനിക്കത് സാധിക്കുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോഴും ഇവക്കുറപ്പുണ്ടായിരുന്നു അത് നടക്കുന്ന. ആ ഉറപ്പിന് ഞാൻ ഇവക്കൊരു വാക്കും കൊടുത്തിരുന്നു. ആദ്യം പ്രശ്നങ്ങളൊക്കെ തീരട്ടെ, ആ വാക്ക് ഞാൻ പാലിക്കും. അങ്ങക്ക് ഓർമ്മയുണ്ടോന്നറിയില്ല, IPS ട്രെയിനിങ്ങിന് പോകുമ്പോൾ അങ്ങ് ഞങ്ങൾക്കൊരു ഉപദേശം തന്നിരുന്നു. മുഖം നോക്കാതെ നീതി നടപ്പാക്കുന്ന രാജവംശത്തിൽ ജനിച്ചവരാ നമ്മളൊക്കെയെന്ന്. ആ രാജധർമ്മം ഞങ്ങൾ ചെയ്യുന്ന ജോലിയിലും കാണിക്കണമെന്ന്. അതുകൊണ്ട് തന്നെയാ അങ്ങയുടെ മകനാണെന്നറിഞ്ഞിട്ടും വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കൃഷ്ണപ്രസാദിനെ ഞാൻ അറസ്റ്റ് ചെയ്തത്. എനിക്കിപ്പോ ഒന്നറിയണം, അങ്ങയുടെ അറിവോടെയാണോ ഈ ചതി നടന്നത്? ചതിയോ? എന്ത് ചതി? നീ എന്തൊക്കെയായി പറയുന്നത്? കൃഷ്ണപ്രസാദ് രക്ഷപ്പെട്ടത് ചതിയിലൂടെയാണ്, തെളിവിൽ കൃത്രിമം കാണിച്ച്. രാജധർമ്മം കാത്തു സൂക്ഷിക്കുമെന്ന് അങ്ങയ്ക്ക് വാക്കുതന്ന് ഇവനാണ് ഈ ചതി ചെയ്തത്. പ്രവീണിന്റെ രക്തം പുരണ്ട കൃഷ്ണപ്രസാദിന്റെ ആ ഷർട്ട് ഇവൻ ലാബിൽ നിന്ന് എടുത്ത് മാറ്റി. എന്നിട്ട് വേറെ ആരുടെയോ രക്തം പുരണ്ട മറ്റൊരു ഷർട്ട് പകരം വെച്ചു. പോലീസിനുള്ളിൽ തന്നെയുള്ള ഒരാൾക്കേ ഇത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് കൃത്രിമ തെളിവ് സൂക്ഷിച്ചിരുന്ന ഈ ബാഗാണ് ഞാൻ ആദ്യം പരിശോധിച്ചത്. ഫോറൻസിക് ആവശ്യത്തിനുള്ള പ്രത്യേകതരം ബാഗാണിത്. ഇതിന്റെ പുറത്ത് ഒരുതരം സീരിയൽ നമ്പർ പതിപ്പിച്ചിട്ടുണ്ട്. സാധാരണ വെളിച്ചത്തിൽ നോക്കിയാൽ അത് കാണില്ല. അൾട്രാ വയലറ്റ് വെളിച്ചത്തിൽ മാത്രമേ അത് കാണാൻ കഴിയൂ. ഈ ബാഗിലെ നമ്പർ പരിശോധിച്ചപ്പോഴാണ് ഇത് പഴയ ബാഗ് അല്ല എന്ന് മനസ്സിലായത്. അപ്പോ ഈ സീരീസ് നമ്പറുള്ള ബാഗുകൾ ആരാണോ കൈവശം വെച്ചിരിക്കുന്നത് അയാൾ തന്നെയാണ് കൃത്രിമം കാണിച്ചിരിക്കുന്നത്.